ഈ മനോഹരമായ രാത്രികാലം ഈ ഭവനാങ്കണത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുൻപാകെ കടന്നു വരേണ്ടതിന് ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും കൂട്ടിക്കൊണ്ടുവന്ന ദൈവസ്നേഹത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വേദിയിലിരിക്കുന്ന ഞാൻ ഏറെ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന കർത്താവിന് ദാസൻ പാസ്റ്റർ ടി തോമസ്, ഈ യോഗം ലീഡ് ചെയ്യുന്ന പ്രിയ സാം പാസ്റ്റർ, പ്രിയ പോൾസൺ പാസ്റ്റർ നമ്മുടെ നടുവിലുണ്ടല്ലോ. രഞ്ജു പാസ്റ്ററിനായി സ്തോത്രം ചെയ്യുന്നു. ഷിൻഡോ പാസ്റ്ററിനായി സ്തോത്രം ചെയ്യുന്നു. മനോഹരമായ ഗാനങ്ങൾ നമുക്ക് വേണ്ടി ആലപിക്കുന്ന ജെയ്സൺ ബ്രദർ കുടുംബം, ഈ കൺവെൻഷൻ ഇങ്ങനെ ക്രമീകരിച്ച ഈ വാത്സല്യ ഭവനം, കടന്നു വന്ന പ്രിയമുള്ളവർ എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനം പറയുകയാണ്. ഇന്ന് രാത്രിയിൽ നാം ഇത്രയും പേര് ഇവിടെ കടന്നു വരികയും ദൈവവചനത്തിൻ്റെ മുൻപിലായിരിക്കുകയും ചെയ്യുന്നത് ഏറെ സന്തോഷമാണ്. വിവിധ സ്ഥലങ്ങളിൽ പല ഭവനങ്ങളുടെ മുറ്റത്തും ഭവനങ്ങളുടെ അകത്തും വിവിധ സ്ഥലങ്ങളിലും ഇരുന്നു കൊണ്ട് ഈ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയമുള്ളവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഇങ്ങനെ മനോഹരമായ ഒരു കൺവെൻഷൻ ഈ ദേശത്ത് നടക്കുന്നത് ഈ ദേശത്തിന് ഒരനുഗ്രഹമാണ്. ചില വർഷങ്ങളോളമായിട്ട് ദൈവത്തിൻ്റെ വചനം ഈ ദേശത്ത് മുഴങ്ങിക്കേൾക്കുവാൻ ഈ ഭവനം മുഖാന്തരമാകുന്നു എന്നതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. ഒരു ദേശത്തിൻ്റെ നന്മ ആ ദേശത്ത് ദൈവ സാന്നിധ്യം ഇറങ്ങി വരുന്നതാണ്. ഊഷരഭൂമിയിൽ വരണ്ടുണങ്ങിയ ദേശത്ത് ദൈവം ഇറങ്ങി വന്നപ്പോൾ നീരുറവ പൊട്ടിപ്പുറപ്പെട്ടതായിട്ട് വചനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഒരു ദേശത്ത് ഇറങ്ങി വരുന്നത് ആ ദേശത്തിനൊരു അനുഗ്രഹമാണ്. ഇന്ന് രാത്രി ആ അനുഗ്രഹം ഈ ദേശത്ത് ദൈവം അയക്കട്ടെ എന്ന് ഞാനും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. രാത്രി ആരൊക്കെ ഈ മീറ്റിങ്ങിന് കടന്നു വന്നു എന്നുള്ളതിനേക്കാൾ ഉപരി സർവശക്തനായ ദൈവം നമ്മുടെ നടുവിൽ കടന്നു വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ വിഷയം. നമ്മുടെ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. നമ്മൾ ഇരിക്കുന്ന ഇടത്ത് കർത്താവിൻ്റെ നാമത്തിൽ നാം കൂടി വന്നിരിക്കുന്നത് കൊണ്ട് നമ്മുടെ സമീപേ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്. 2 or 3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്ത് എൻ്റെ സാന്നിധ്യം ഉണ്ടെന്ന് പറഞ്ഞ കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. ആ കർത്താവ് ഇറങ്ങി വന്നാൽ, ആ കർത്താവ് ഒരു ഭവനത്തിലേക്ക് ഇറങ്ങി വന്നാൽ, വിശുദ്ധ വേദപുസ്തകം പറയുന്നു, നിലവിളി ഉയർന്ന ഒരു ഭവനത്തിലേക്ക്, നിരാശ തളം കെട്ടി നിൽക്കുന്ന ഒരു ഭവനത്തിലേക്ക്, പ്രതീക്ഷകളൊക്കെ തല്ലിക്കെടുത്തപ്പെട്ടു എന്ന് എല്ലാവരും വിധി പറഞ്ഞ ഒരു ഭവനത്തിലേക്ക്, 2 സഹോദരിമാരെ അനാഥരാക്കി ആ വീട്ടിൻ്റെ വിളക്കായ മനുഷ്യൻ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് നാറ്റം വെച്ച അവസ്ഥയുടെ നടുവിലേക്ക്, വിലാപ ഭവനത്തിലേക്ക് ഒരു ദിവസം യേശു കടന്നു വന്നു. ആ സഹോദരിമാർ ഒരാൾ യേശുവിനോട് ഇങ്ങനെ പറഞ്ഞു, ഗുരു, ഇപ്പോഴും നീ എന്തപേക്ഷിച്ചാലും അത് സാധിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവിന്റെ മറുപടി, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും ആകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരണം കാണുകയില്ല. ഈ വചനം നീ വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നു കർത്താവേ എന്ന് വിശ്വാസത്തിന്റെ വാക്കുകൾ ഏറ്റുപറഞ്ഞ ആ സഹോദരിയുടെ വിശ്വാസത്തിന്റെ മുകളിൽ സർവശക്തനായ ദൈവത്തിന് ആ ദിവസം ആ ഭവനത്തിന് വേണ്ടി കരുതി വെച്ച ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവാനുണ്ടായിരുന്നു. മുദ്ര വെച്ച് അടച്ചു വെച്ചിരിക്കുന്ന പ്രതീക്ഷകൾ മുഴുവനും തീർന്നുപോയെന്ന് സകല ആളുകളും വിരൽ ചൂണ്ടി പ്രഖ്യാപിച്ച ആ ഭവനത്തിനകത്ത് ആ ലാസറിന്റെ കല്ലറയിലേക്ക് യേശു കടന്നു ചെന്നു. ആ കല്ലുരുട്ടി മാറ്റുവാൻ ആവശ്യപ്പെട്ടു. ലാസറേ, പുറത്തു വരിക എന്ന് കർത്താവ് വിളിച്ചു പറഞ്ഞു. ആ കർത്താവിന്റെ ശബ്ദം അങ്ങ് പാതാളത്തിൽ വരെ മുഴങ്ങിയിട്ട് മരിച്ച വ്യക്തി ഉയർത്തെഴുന്നേറ്റ് ആ കല്ലറയിൽ നിന്ന് പുറത്തു വന്നത് വിശുദ്ധ വേദപുസ്തകത്തിൽ നാം വായിക്കുകയാണ്. രാത്രി ഞാൻ എന്തിനാണെന്ന് പറഞ്ഞതെന്ന് ചോദിച്ചാൽ,
നിന്റെ ഭവനത്തിന്റെ അകത്തിരുന്നു കൊണ്ട് എന്റെ ഭവനത്തിന്റെ പ്രതീക്ഷകൾ മുഴുവനും തകർന്നുവെന്ന് പലപ്പോഴും നീ നിലവിളിച്ചിട്ടുണ്ടോ? നിന്റെ വീടിനെ വിരൽ ചൂണ്ടിക്കൊണ്ട് ഭവനത്തിന്റെ ചുറ്റും താമസിക്കുന്നവരൊക്കെ ഇതുപോലൊരു ദുരവസ്ഥ ഈ ഭവനത്തിന് വന്നു ചേർന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യം ചോദിച്ചിട്ടുണ്ടോ? പലപ്പോഴും പ്രതീക്ഷയുടെ നുറുങ്ങുവെട്ടം പോലും തകർന്നു തരിപ്പണമായ അവസ്ഥയിൽ ആരും കാണാതെ യാത്രിയാമങ്ങളിൽ കരയുന്ന വ്യക്തിയാണോ നീ? ഇന്നു രാത്രി ഈ മുറ്റത്ത് നിന്നോട് ഞങ്ങൾ വിളിച്ചു പറയട്ടെ, യേശു നിന്റെ ഭവനത്തിന്റെ അകത്തേക്ക് കടന്നു വരുവാൻ നീ അവനെ ക്ഷണിച്ചാൽ, വേദപുസ്തകം വിശദീകരിക്കുന്ന ഓരോ ഭവനങ്ങളിലും യേശു കാലെടുത്തു വച്ചത് ആ ഭവനത്തിന്റെ ജീവിത സാഹചര്യങ്ങൾക്ക് രൂപാന്തരം കൊടുക്കുവാൻ മുഖാന്തരമായെങ്കിൽ വിശ്വാസത്തോടെ ഞങ്ങൾ വിളിച്ചു പറയുന്നു, ഇവിടെ കൂടി വന്നിരിക്കുന്ന ഞങ്ങളുടെയൊക്കെ ഭവനത്തിനകത്ത് രൂപാന്തരം തന്ന യേശു ഇന്നു രാത്രി ദേശത്തിറങ്ങി വന്നിട്ടുണ്ട്. നീ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ വാഗ്ധോരണികളുടെ ശബ്ദത്തിന്റെ മുൻപില് നിന്റെ അരികിൽ വന്നു നിൽക്കുന്ന യേശു ഇന്ന് രാത്രി നിനക്ക് വേണ്ടി കരുതി വെച്ച ഒരു രാത്രിയായിരുന്നു എന്ന് വിശ്വസിക്കുവാൻ ഈ രാത്രിയിൽ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. ഒരു വ്യക്തി ജീവിതത്തിലേക്ക് യേശു ഇറങ്ങി വന്നാൽ ആ വ്യക്തിയുടെ ജീവിതം രൂപാന്തരപ്പെടുന്നതെന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു ദിവസം യേശു കർത്താവും തന്റെ ശിഷ്യന്മാരും കൂടെ നടന്നു പോകുന്ന വഴിക്ക് ഒരു കാട്ടത്തിമേൽ ഉയരം കുറഞ്ഞ ഒരു മനുഷ്യൻ കയറിയിരിപ്പുണ്ടായിരുന്നു. അവൻ തന്നോട് തന്നെ 100 കണക്കിന് തവണ പറഞ്ഞത്, എന്നെ കൊള്ളില്ല, എന്നെ ആരും ശ്രദ്ധിക്കില്ല, എനിക്ക് യോഗ്യതയില്ല, എനിക്ക് പ്രതീക്ഷകളില്ല. എന്നാൽ ഈ യേശുവിനെ ഒന്ന് കാണണമെന്ന് മാത്രമേ അവൻ ആഗ്രഹിച്ചുള്ളൂ. കാണണമെന്ന് മാത്രം ആഗ്രഹിച്ച, ആരും കാണാത്ത ഇലയുടെ അകത്ത് കട്ടത്തുമേൽ കയറി ആരും ശ്രദ്ധിക്കാതെ ഇരുന്ന് യേശുവിനെ ഒരു നോക്ക് കണ്ടേച്ചു പോകാൻ ആഗ്രഹിച്ച സക്കായി എന്ന പേരുള്ള ഒരു മനുഷ്യൻ ഇരുന്ന വൃക്ഷത്തിന്റെ താഴെ വന്ന് യേശു നിന്നു, മുകളിലേക്ക് നോക്കി, എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, സക്കായിയേ, വേഗം ഇറങ്ങി വാ, ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ താമസിക്കേണ്ടതാകുന്നു. അതെ, ഈ മൈക്കിന്റെ ശബ്ദ പരിധിക്കുള്ളിൽ എന്നെ ശ്രവിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിത്വം ഉടഞ്ഞുപോയ കളിമൺ പാത്രം പോലെ നിന്റെ ജീവിതം മുഴുവനും ഉടഞ്ഞു തകർന്നു പോയിരിക്കുന്നുവെന്ന് നീ വിധി പറഞ്ഞതാണെങ്കിൽ, മദ്യവും മയക്കുമരുന്നും സമാധാനം തരുമെന്ന് വിചാരിച്ച് അതിന്റെ പുറകെ പോയിട്ടും, പല ബന്ധങ്ങളും സമാധാനം തരുമെന്ന് വിചാരിച്ച് അതിന്റെ പുറകെ പോയിട്ടും, പല സ്ഥലങ്ങളിൽ നീ ചുറ്റി സഞ്ചരിച്ചിട്ടും, ഒത്തിരി കാര്യങ്ങൾ ആസ്വാദനങ്ങൾക്ക് വേണ്ടി ഏർപ്പെട്ടിട്ടും അവയൊന്നും നിനക്ക് സമാധാനം തരുവാൻ കഴിയുന്നതിൽ പരാജയപ്പെട്ടെങ്കിൽ, ഇന്നു രാത്രി മുറ്റത്ത് നിന്നുകൊണ്ട് ഞാൻ വിളിച്ചു പറയട്ടെ, യേശു ഇവിടെ വന്നിട്ടുണ്ട്. അവൻ നിന്നെ നോക്കിക്കൊണ്ട് വിളിച്ചു പറയുക, അന്ന് ആ വൃക്ഷത്തിന്റെ മുകളിൽ നിന്ന് സക്കായിയെ, നീ വേഗം ഇറങ്ങി വാ, ഇന്നു ഞാൻ നിന്റെ വീട്ടിൽ താമസിക്കേണ്ടതാകുന്നു എന്ന് പറഞ്ഞ കർത്താവ് നിന്റെ അരികിൽ വന്നിട്ട് നിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഇന്നു രാത്രി പറയുകയാ, ഇനിയും നിരാശയോടെ നീ ജീവിക്കേണ്ട ആവശ്യമില്ല, കടന്നുവോ, നീ യേശു നിന്റെ കൈപിടിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിന്റെ ഹൃദയത്തിനകത്തേക്ക് നീ യേശുവിനെ സ്വീകരിക്കുന്ന രാത്രിയായി ഇന്ന് രാത്രി മാറിയിരുന്നെങ്കിൽ, ഇവനും അബ്രഹാമിന്റെ മകനാകയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു എന്ന് പറഞ്ഞതുപോലെ നിന്റെ ജീവിതത്തെ വിരൽ ചൂണ്ടിയിട്ടും യേശുവിന് പറയാൻ ആഗ്രഹമുണ്ട്. ദീർഘനാളുകളായി കർത്താവ് കാത്തിരുന്ന ദിവസം അത് ഈ ദിവസമാകട്ടെ. ദീർഘനാളുകളായി കർത്താവ് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ദിവസം അത് ഇന്ന് രാത്രിയാകട്ടെ. എന്റെ ജീവിതത്തിന് അർത്ഥം കിട്ടുന്ന രാത്രിയാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഞാൻ വിശ്വസിക്കുന്നു യേശു ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു
യേശുവിന്റെ സാന്നിധ്യം ഈ ദേശത്തിന് മീതെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഒരു ഷെഖീന കൂടാരത്തിന്റെ മുകളിൽ ഒരു തേജസ് പോലെ വ്യാപരിച്ച ഒരു കാഴ്ച പഴയ നിയമത്തിൽ കാണുന്നത് പോലെ ഇന്ന് രാത്രി ഈ മുറ്റത്ത് നിന്നുകൊണ്ട് ഞാൻ വിളിച്ചു പറയുക, സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ, നിരാശയിലും വേദനയിലും കരച്ചിലും നാളുകൾ പോക്കിയത് മതി. പുണ്യസ്ഥലങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ചുറ്റി സഞ്ചരിച്ചത് മതി. സൗഹൃദങ്ങൾ പോലും സമാധാനം തരുന്നതിൽ പരാജയപ്പെട്ടപ്പോ, ബന്ധങ്ങൾ പലതും സമാധാനം തരുന്നതിൽ ഉടഞ്ഞു പോയപ്പോ, ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ദൈവം കരുതി വെച്ച രാത്രിയാകട്ടെ. ഹല്ലേലൂയ. ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു വേദഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. മർക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം, അതിന്റെ 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. പീലാത്തോസ് പിന്നെയും അവരോട്, എന്നാൽ യഹൂദന്മാരുടെ രാജാവെന്ന് നിങ്ങൾ പറയുന്നവനെ ഞാൻ എന്തു ചെയ്യണം എന്ന് ചോദിച്ചു. അവനെ ക്രൂശിക്ക എന്ന് അവർ വീണ്ടും നിലവിളിച്ചു. പീലാത്തോസ് അവരോട്, അവൻ എന്തു ദോഷം ചെയ്തു എന്ന് പറഞ്ഞാറേ. അവനെ ക്രൂശിക്ക എന്നവർ അധികമായി നിലവിളിച്ചു. പീലാത്തോസ് പുരുഷാരത്തിന് തൃപ്തി വരുത്തുവാൻ ഇച്ഛിച്ച് ബറബാസിനെ അവർക്ക് വിട്ടുകൊടുത്തു. യേശുവിനെ ചമ്മട്ടി കൊണ്ട് അടിപ്പിച്ചു ക്രൂശിപ്പാൻ ഏൽപ്പിച്ചു. മതി. വിശുദ്ധ വേദപുസ്തകം ചിത്രീകരിക്കുന്ന യേശു കർത്താവിന്റെ ജീവിതത്തിന്റെ ത്യാഗമരണത്തിലേക്ക് കർത്താവ് നടന്നെടുക്കുന്നതിന്റെ തൊട്ടു മുൻപുള്ള ചില നിമിഷങ്ങളാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. മർക്കോസ് ലേഖനം അല്ലെങ്കിൽ മർക്കോസിന്റെ തൂലിക ചലിപ്പിച്ചപ്പോൾ മർക്കോസിന്റെ എഴുത്തിലൂടെ പരിശുദ്ധാത്മാവോട് വ്യക്തമാക്കുന്നത് പീലാത്തോസിന്റെ അരമനയിൽ നടന്ന ഒരു സംഭവമാണ്. റോമൻ ഗവൺമെന്റിൽ സർവാധികാരത്തോടെ വാണരുളിയ അതിപ്രശസ്തനായ, പലപ്പോഴും നിഷ്ഠൂരനെന്ന് പേരെടുത്ത ഒരു ഗവർണറായിരുന്നു പീലാത്തോസ്. യഹൂദ്യ നാട് വാഴുവാൻ റോമൻ അധികാരത്തിന്റെ ചിഹ്നവുമായി പ്രൗഢഗംഭീരമായ ഭരണം നടത്തുവാൻ തെരഞ്ഞെടുക്കപ്പെട്ട് ആക്കി വയ്ക്കപ്പെട്ട ഭരണാധികാരിയായിരുന്നു പീലാത്തോസ്. തിബര്യോസ് കൈസറിന് യഹൂദ്യ മലനാട് വാഴുവാൻ വേണ്ടി സർവസന്നാഹങ്ങളും ഒരുക്കിക്കൊടുത്ത ഗവർണറായിരുന്നു പീലാത്തോസ്. പലപ്പോഴും പീലാത്തോസ് അക്രമങ്ങളെ അടിച്ചമർത്തിയ പല സംഭവങ്ങളും റോമൻ ചരിത്രത്തിന്റെ ഭാഗമാണ്. റോമൻ ഗവൺമെന്റിനെതിരെ ഉയർന്നിരുന്ന ചില നീക്കങ്ങളെയും രാഷ്ട്രീയ നീക്കങ്ങളെയും കായികമായി നേരിട്ട് വളരെ നിഷ്ഠൂരമായി അത്തരം അക്രമങ്ങളെ അടിച്ചമർത്തുക വഴി നിഷ്ഠൂരനെന്ന് പേരെടുത്തിയ ആളായിരുന്നു പീലാത്തോസ്. നോക്കുക, ആ പീലാത്തോസിന്റെ അരമനയുടെ ഒരു ചിത്രീകരണമാണ് നാം ഈ വാക്യങ്ങളിൽ വായിക്കുന്നത്. പ്രൗഢഗംഭീരമായ രാജസദസ്, വെട്ടിത്തിളങ്ങുന്ന സിംഹാസനം പോലുള്ള ന്യായാധിപന്റെ സിംഹാസനത്തിലേക്ക് വിശേഷ വസ്ത്രങ്ങൾ അണിഞ്ഞ പീലാത്തോസ് കടന്നു വന്നിരിക്കുന്നു. ഒരു ഭാഗത്ത് സൈന്യത്തിലുള്ള അംഗങ്ങളെ കാണാം, മറുഭാഗത്ത് തന്റെ ഭരണത്തിൽ തന്നെ സഹായിക്കുന്ന ഭരണനിർവഹണത്തിന്റെ സാരഥികൾ അണിനിരന്നിരിക്കുന്നു. മറുഭാഗത്ത് ഒരുപറ്റം ജനം മുഴുവനും വിളിച്ചു പറയുന്ന വാക്കാണ് നാം ഇവിടെ കേട്ടത്: ഞങ്ങൾക്ക് ബറാബാസിനെ വിട്ടുതരിക, യേശുവിനെ ക്രൂശിക്കുക. രണ്ടു വ്യക്തികൾ അവിടെ നിൽക്കുന്നതായിട്ട് ഇവിടെ ചിത്രീകരിക്കുകയാണ്. ഒരു ഭാഗത്ത് ബറബാസ്, മറുഭാഗത്ത് യേശു. ആ യേശുവിന്റെ മുഖത്തേക്കൊന്ന് നോക്കൂ. കരുണയുടെ പ്രതിരൂപമായി നിൽക്കുന്ന യേശു, സ്നേഹത്തിന്റെ ആൾരൂപമായ യേശു, നന്മ മാത്രം വിളിച്ചു പറഞ്ഞ യേശു, യഹൂദയിലും ശമരിയിലും യെരൂശലേമിലും ചുറ്റി സഞ്ചരിച്ച് അശരണരെ ചേർത്തു പിടിച്ച യേശു ഒരിക്കൽ നയീൻ എന്ന പട്ടണത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഒരു വിധവ മരണപ്പെട്ട തന്റെ മകന്റെ
ശവമഞ്ചം ചുമന്നു പോകുന്ന വിലാപയാത്രയിൽ ഹൃദയം പൊട്ടി നിലവിളിക്കുന്ന കാഴ്ച കണ്ടപ്പോൾ യേശു അവിടെ നിന്നു. ആ ശവമഞ്ചം തൊട്ടു. ആ പൈതലിനെ ഉയർപ്പിച്ച് ആ അമ്മയ്ക്ക് നൽകിയ കാഴ്ച. ആ യേശുവിന്റെ മുഖത്തേക്ക് നോക്കൂ. വെറുക്കപ്പെട്ട പലർക്കും ആ യേശുവിന്റെ മുഖം ഒരു ആശ്വാസമായിരുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, സുവിശേഷങ്ങളിൽ. ഒരിക്കൽ കുഷ്ഠരോഗിയായൊരു മനുഷ്യൻ യേശുവിന്റെ മുൻപിൽ വന്ന് മുട്ടുകുത്തിയ ഒരു രംഗമുണ്ട്. അവൻ യേശുവിന്റെ മുഖത്തേക്ക് നോക്കി ഇങ്ങനെ പറഞ്ഞു, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും. അവൻ അങ്ങനെ പറയാൻ ഒരു കാരണമുണ്ട്. കുഷ്ഠരോഗിക്ക് സമൂഹത്തിന്റെ നടുവിൽ പ്രവേശനമില്ല. കുഷ്ഠരോഗി ഒരു വഴിയിലൂടെ നടക്കുമ്പോൾ കുഷ്ഠരോഗി കുഷ്ഠരോഗി എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കണം. വഴിയിലുള്ളവർ ശബ്ദമെടുത്താൽ കുഷ്ഠരോഗി ഓടി മാറണം. 20 വാര അകലെ അല്ലാതെ മനുഷ്യന്റെ മുൻപിൽ വരുവാൻ കുഷ്ഠരോഗിക്ക് അനുമതിയില്ല. അശുദ്ധൻ 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 എന്ന് വിളിച്ചു പറയുന്ന ഒരു ദുരവസ്ഥ, ബന്ധുക്കളും സ്വന്തക്കാരും കൈവിട്ട ദുരവസ്ഥ. ഈ നിയമം ലംഘിച്ചു കഴിഞ്ഞാൽ കുഷ്ഠരോഗിയെ കല്ലുകൊണ്ട് എറിഞ്ഞു കൊലപ്പെടുത്തുവാൻ നിയമവ്യവസ്ഥിതി അനുശാസിക്കുന്ന ഒരു വല്ലാത്ത സാഹചര്യത്തിന്റെ നടുവിലാണ് പുരുഷാരം നോക്കി നിൽക്കേ ഈ കുഷ്ഠരോഗി യേശുവിന്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തിയിട്ട്, ഗുരു, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ. യേശുവിന്റെ ചിന്തയും യേശുവിന്റെ ആർദ്രതയും മനസ്സലിവും അവന്റെ ജീവിതത്തെ ഒന്ന് പൊതിഞ്ഞ് അവന് സൗഖ്യം കൊടുത്ത കാഴ്ച. എന്ന് മാത്രമല്ല, അവിടെ നിൽക്കുന്ന പുരുഷാരത്തിൽ തന്നെ പലരും ഉണ്ടായിരുന്നു. ഒരിക്കൽ യേശു പുരുഷാരത്തെ ഉപദേശിച്ചു കൊണ്ടിരുന്നപ്പോൾ എണ്ണമറ്റ ആളുകൾ യേശുവിന്റെ ചുറ്റും കൂടിയിരുന്ന് ആയിരക്കണക്കിന് ആളുകൾ യേശുവിന്റെ വാഗ്ദാനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചില ദിവസങ്ങളോളമായിട്ട് ഭക്ഷണം പോലും കഴിക്കുന്നത് മറന്നുപോയ പുരുഷാരം. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, ഇവർക്ക് ഭക്ഷണം കഴിക്കാൻ കൊടുക്കണം. ഗുരു, ഇവർക്ക് മുഴുവനും ഭക്ഷണം വാങ്ങിക്കുവാൻ പൈസയില്ലെന്ന് മാത്രമല്ല, ഇത്രയും പേർക്കുള്ള ഭക്ഷണം വാങ്ങിക്കാൻ കിട്ടില്ല. യേശു എന്ത് നിങ്ങളുടെ കൈവശമുണ്ടെന്ന് നോക്കിയപ്പോൾ 5 അപ്പം 2 മീൻ ഒരു ബാലന്റെ കൈവിൽ നിന്ന് അത് വാങ്ങിച്ച്, നമുക്കറിയാവുന്ന ഒരു സംഭവമാണല്ലോ, അത് കരങ്ങളിലെടുത്ത് വാഴ്ത്തി അത് നുറുക്കി അത് കൂടിയിരുന്ന ജനത്തിന് കൊടുത്ത് ആയിരക്കണക്കിന് പേരെ പോഷിപ്പിച്ച യേശുവാണ് ആ നിൽക്കുന്നത്. ആർദ്രതയുടെ കരങ്ങളാൽ അനേകരെ തൊട്ട് സൗഖ്യമാക്കിയ, കരുണയുടെ ശബ്ദം കൊണ്ട് അനേകരെ ആശ്വസിപ്പിച്ച സ്നേഹത്തിന്റെ പ്രതിരൂപമായ യേശു, തന്റെ ശിഷ്യന്മാരുടെ കാല് കഴുകി തുടച്ച യേശു, ഒരു ഭാഗത്ത് നിൽക്കുന്നത് യേശുവാണ്. കരുണയുടെ പ്രതിരൂപമായ യേശു, മനസ്സലിവിന്റെ പ്രതിരൂപമായ യേശു. എന്നാൽ മറുഭാഗത്ത് നിൽക്കുന്നത് ആരാണ്? അദ്ദേഹത്തിന്റെ പേരാണ് ബറബാസ്. ആരാണ് ഈ ബറബാസ്? യഹൂദന്മാരുടെ പല എഴുത്തുകളും പറയുന്നത് ബറബാസ് എന്ന് പറയുന്ന മനുഷ്യൻ ഇവിടെ തന്നെ എഴുതി വെച്ചിരിക്കുന്ന ഒരു വാക്യമുണ്ട്. അതിന്റെ മുകളിൽ നാം വായിച്ച വാക്യത്തിന്റെ ഒരു 3-4 വാക്യത്തിന്റെ മുകളിൽ 6ാമത്തെ വാക്യം, അവൻ ഉത്സവം തോറും അവർ ചോദിക്കുന്ന ഒരു തടവുകാരനെ അവർക്ക് വിട്ടുകൊടുക്ക പതിവായിരുന്നു. എന്നാൽ ഒരു കലഹത്തിൽ കൊല ചെയ്തവരായ കലഹക്കാരോടുകൂടെ ബന്ധിച്ചിരുന്ന ബറബാസ് എന്ന് പേരുള്ള ഒരുത്തനുണ്ടായിരുന്നു. അതായത് ഒരു കലഹത്തിൽ കൊല ചെയ്തവരായ കലഹക്കാരോടുകൂടെ ബന്ധിച്ചിരുന്ന ബറബാസ് എന്ന് പേരുള്ള ഒരുത്തൻ. ആ ബറബാസിന്റെ മുഖത്തേക്ക് നോക്കിയാൽ നിഷ്ഠൂരതയാണ് നമുക്ക് കാണാൻ കഴിയുക. ആ ബറബാസിന്റെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ, ആ ജീവിതത്തെ ഒന്ന് പരിശോധിച്ചാൽ അക്രമമാണ് നമുക്ക് കാണാൻ കഴിയുക. സ്വാർത്ഥതയുടെ ആൾ രൂപമാണ് ഈ നിൽക്കുന്ന ബറബാസ്. നിഷ്ഠൂരതയുടെ പ്രതിരൂപമാണ് ഈ നിൽക്കുന്ന ബറബാസ്. അക്രമത്തിന്റെയും കൊലപാതകത്തിന്റെയും അടയാളമാണ് ഈ നിൽക്കുന്ന ബറബാസ്. ഒരു പൊതുജനം മുഴുവനും വിളിച്ചു പറയുന്ന വാക്കുകൾ കേൾക്കൂ, ആ ബറബാസിനെ ഞങ്ങൾക്ക് വിട്ടുതരിക.
കൊലപാതകനെ തെരഞ്ഞെടുക്കുന്ന സമൂഹം, അക്രമത്തെ തെരഞ്ഞെടുക്കുന്ന സമൂഹം, നിഷ്ഠൂരതയെ തെരഞ്ഞെടുക്കുന്ന സമൂഹം, സ്നേഹത്തിന്റെ പര്യായമായ യേശുവിനെ വേണ്ട എന്ന് വിളിച്ചു പറയുന്ന ഒരു സമൂഹം. വാസ്തവത്തിൽ ഒരു ചോദ്യം നമ്മുടെ ഏവരുടെയും മനസ്സിൽ ഉയർന്നു വരുന്നത് ഇങ്ങനെയാ: ഈ സമൂഹത്തിന് എന്ത് പറ്റി? ഇന്ന് രാത്രി പരസ്യ സ്ഥലത്ത് നിന്നുകൊണ്ട് ഞാനും ഇതേ ചോദ്യം വിളിച്ചു ചോദിക്കട്ടെ: നമ്മുടെ സമൂഹത്തിന് എന്തു പറ്റി? ചില ആഴ്ചകളെ ആയുള്ളൂ ആറ്റുനോറ്റു വളർത്തിയ മകൻ, ഒരു മകൻ മരിച്ചുപോയതിനു ശേഷം കാത്തിരുന്ന് കിട്ടിയ മകനായിരുന്നു പ്രജിൻ എന്ന പേരുള്ള തിരുവനന്തപുരംകാരൻ. നന്മയറിയാൻ, സ്നേഹമറിയാൻ ആ മാതാപിതാക്കൾ ആവശ്യത്തിന് സ്നേഹം കൊടുത്തതാണ് അവന്. അവന്റെ ഇഷ്ടങ്ങളെല്ലാം സാധിച്ചു കൊടുത്തതാണ് ആ മാതാപിതാക്കൾ. എന്നാൽ പോറ്റി വളർത്തിയ പിതാവിനെ നിഷ്ഠൂരം കൊല ചെയ്തിട്ട് ഒരു കുറ്റബോധവുമില്ലാതെ നിൽക്കുന്ന ആ ചെറുക്കന്റെ ആ ചിത്രം മനുഷ്യ മനസാക്ഷിയോട്, നമ്മുടെ സമൂഹത്തോട് ഒരു ചോദ്യം ചോദിക്കുന്നില്ലേ? എന്തു പറ്റി നമ്മുടെ സമൂഹത്തിന്? ഒരു കൗൺസിലിംഗ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളെന്നുള്ള വിധത്തില് ഓരോ ദിവസങ്ങളും ഇഷ്ടം പോലെ ഇതുപോലുള്ള ക്രൂരമായ, ഇതുപോലുള്ള വേദനപ്പെടുത്തുന്ന, ഇതുപോലുള്ള സമാധാനം കളയുന്ന അനവധി കേസുകൾ കൈകാര്യം ചെയ്യുന്നയാളാണ് ഞാൻ. ഇന്നലെയും ഉണ്ടായിരുന്നു. സ്വന്തം മാതാപിതാക്കളെ അടിച്ചു വീട്ടിന് പുറത്തിറക്കിയിട്ട് വീട്ടിനകത്ത് പോലും കയറാൻ സമ്മതിക്കാതെ വീട്ടിനകത്ത് ജീവിക്കുന്ന മകനെ കുറിച്ച് വേദനപ്പെടുന്ന ഒരു അമ്മ. എന്നിട്ടും അവനെ ഒരു വാക്ക് കുറ്റം പറയാൻ ആ അമ്മയ്ക്ക് കഴിയുന്നില്ല. സ്നേഹത്തെ കണ്ടിട്ട് സ്നേഹമെന്ന് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്ന ഒരു മനസ്സ് എന്തുകൊണ്ട് നമ്മുടെ സമൂഹം എങ്ങനെ അധപ്പതിക്കുന്നു എന്നൊരു ചോദ്യം ഇന്ന് രാത്രി നാം ചോദിക്കണ്ടയോ? കുറച്ചാഴ്ചകൾക്ക് മുൻപ് വർത്തമാന പത്രത്തിലെ ഒരു വാർത്തയിൽ എന്റെ കണ്ണുടക്കി. ഒരു കൗൺസിലർ എന്ന നിലയിൽ ഞാൻ ആ വാർത്ത പല പ്രാവശ്യം വായിച്ചു. എനിക്ക് അതേക്കുറിച്ച് കൂടുതൽ അറിയണമെന്ന് ആഗ്രഹം തോന്നി. ആ വാർത്ത വേറെ ഒന്നുമല്ലായിരുന്നു, കേരളത്തിൽ ഒരു പുതിയ സിനിമ ഇറങ്ങിയത്രേ. ആ സിനിമയിൽ അഭിനയിച്ച നായകൻ ഒത്തിരി അറിയപ്പെടുന്ന ആളൊന്നുമല്ലായിരുന്നെങ്കിലും ഈ ഒറ്റ സിനിമ കൊണ്ട് അദ്ദേഹം വലിയ അറിയപ്പെടുന്ന ആളായത്രേ. അദ്ദേഹത്തിന്റെ സിനിമ കാണുവാൻ ചെറുപ്പക്കാരുടെ നീണ്ട നിരയാണത്രേ. ഇതിനെതിരെ ആരോ ഒരാള് കംപ്ലൈന്റ് കൊടുത്തതിനെ കുറിച്ചാണ് വാർത്ത. അപ്പൊ എന്താണിതെന്നറിയാനുള്ള ആകാംക്ഷയിൽ ഞാൻ അതിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ആ സിനിമയുടെ ട്രെയിലർ തന്നെ, അതിന്റെ നായകൻ ഒരു മനുഷ്യന്റെ തല വെട്ടിയെടുത്ത് രക്തം ഇറ്റിറ്റു വീഴുന്ന തലയും കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കുന്ന ട്രെയിലറാണത്രേ. കത്തി കടിച്ചു പിടിച്ചുകൊണ്ട് രക്തം ഇറ്റിറ്റു വീഴുന്ന മുഖവുമായിട്ട് നിൽക്കുന്ന ട്രെയിലറാണത്രേ. അവൻ അറക്കവാളുകൊണ്ട്, ഈ പറയുന്ന മരമറക്കുന്ന വാളുകൊണ്ട് മനുഷ്യനെ അറത്തുകൊല്ലുന്ന നിഷ്ഠൂരതയുടെ ആൾരൂപമായി ചിത്രീകരിക്കപ്പെടുന്ന നായകനെ കാണുവാൻ ചെറുപ്പക്കാർ ഇടിച്ചു കയറുകയാണത്രേ സിനിമാ തിയേറ്ററുകളിലേക്ക്. ഒരു ചോദ്യം അവശേഷിക്കുന്നില്ലേ: നമ്മുടെ തലമുറകൾക്ക് എന്ത് പറ്റി? വിദ്യാസമ്പന്നരെന്ന് അഭിമാനിക്കുന്ന നമ്മുടെ തലമുറയ്ക്ക് എന്തു പറ്റി? കോട്ടയത്തൊരു നഴ്സിംഗ് കോളേജിൽ ഒരു പാവം കുഞ്ഞിനെ കട്ടിലിൽ കെട്ടിയിട്ടിട്ട് അവന്റെ ശരീരം മുഴുവനും കോമ്പസ് കൊണ്ട് വരഞ്ഞു കീറി അതിലേക്ക് ലായനി ഒഴിച്ച് ആസ്വദിക്കുന്ന അവസ്ഥയിലേക്ക് അധപ്പതിക്കുന്ന തലമുറകളെ കാണുമ്പോ ചോദിക്കേണ്ടയോ ഈ ചോദ്യം: നമ്മുടെ തലമുറകൾക്ക് എന്തു പറ്റി? ബറബ്ബാസിനെ തെരഞ്ഞെടുക്കുന്ന തലമുറ, അക്രമത്തിന്റെ ആൾരൂപത്തെ ഞങ്ങൾക്ക് മതിയെന്ന് വിളിച്ചു പറയുന്ന സമൂഹം, നിഷ്ഠൂരതയെ തെരഞ്ഞെടുക്കുന്ന സമൂഹം. ഇന്ന് രാത്രി ദേശമേ, ഈ പരസ്യ സ്ഥലത്ത് നിന്നുകൊണ്ട് ഞങ്ങൾ വിളിച്ചു പറയട്ടെ:
സ്നേഹത്തിന്റെ ആൾരൂപമായ യേശു ഇന്ന് രാത്രി ദേശത്തിറങ്ങി വന്നിട്ട് പറയുകയോ, മതി. അക്രമത്തെ തെരഞ്ഞെടുത്തത് മതി, പാപത്തെ തെരഞ്ഞെടുത്തത് മതി, പൈശാചികതയെ തെരഞ്ഞെടുത്തത് മതി. നിന്റെ വീട്ടിനകത്ത് ഉയർന്നു നിൽക്കുന്ന നിരാശയുടെ നിലവിളി മതി, മതി, മതി. യേശുവിനെ കാണുവാൻ, യേശുവിനെ കേൾക്കുവാൻ അനവധി അവസരങ്ങൾ ലഭിച്ചിട്ടും ഈ സ്നേഹത്തിന്റെ വാക്കുകൾ നിന്റെ കർണപുടങ്ങളിൽ പലതവണ പതിഞ്ഞിട്ടും ഈ ആർദ്രതയുടെ യേശു വർഷങ്ങളോളമായി ഇതേ ഗ്രൗണ്ടിൽ ഞാൻ കേട്ട വാക്കുകൾ അനുസരിച്ച് ഏകദേശം 8 വർഷങ്ങളോളമായി ഇതേ പരിസര സ്ഥലത്തു നിന്ന് നിന്നെ മാടി വിളിച്ചിട്ടും ഒരിക്കൽ പോലും ഈ യേശുവിനെ എനിക്ക് മതിയെന്ന് പറയുവാൻ കഴിയാതെ ജീവിതത്തിന്റെ മോഹങ്ങളിൽ പെട്ടുഴലുന്ന, ജീവിതത്തിന്റെ ആസ്വാദനങ്ങളെ എത്തിപ്പിടിക്കുവാൻ ആഗ്രഹിച്ച് വഴുതി വീണ് തകർന്ന് തരിപ്പണമായി കിടക്കുന്നത് പോലെയുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടതിന്റെ ജീവിതത്തിന്റെ നിലവിളി മതി. യേശു ഇന്ന് രാത്രി ദേശത്തിറങ്ങി വന്നിട്ട്, യേശു ഇന്ന് രാത്രി നിന്റെ ഭവനത്തിനകത്തേക്ക് ഇറങ്ങി വന്നിട്ട്, നീ ഇരിക്കുന്ന സ്ഥലത്ത് യേശു ഇറങ്ങി വന്നിട്ട് നിന്റെ തോളത്ത് കൈവച്ചിട്ട് പറയുക, കുഞ്ഞ്, ഇനിയും എത്ര നാൾ ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കണം. പൊതുജനം മുഴുവനും വിളിച്ചു പറഞ്ഞു, ഞങ്ങൾക്ക് ബറബ്ബാസിനെ മതി. അക്രമവും കൊലയും നിഷ്ഠൂരതയും ക്രൂരതയും പൈശാചികതയും ഞങ്ങൾക്ക് മതി. ഈ 2 തീരുമാനങ്ങളുടെ നടുവിൽ നിൽക്കുന്ന പീലാത്തോസ് ഒരു ഭാഗത്ത് പീലാത്തോസിന് വ്യക്തമായിട്ട് അറിയാം ഈ യേശു ദൈവപുത്രനാണ്, യേശു മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗം ചായ്ച്ചിറങ്ങി വന്നവനാണ്, യേശു ഒരു തെറ്റും ചെയ്തിട്ടല്ല ഇവിടെ നിൽക്കുന്നത്. വാസ്തവത്തിൽ അതിന്റെ കുറച്ചും കൂടെ മുകളിലേക്ക് പോയാൽ ഇതേ പീലാത്തോസ് യേശുവിനോട് ചോദിക്കുന്നുണ്ട്, എന്താ ഒരു വാക്കും മിണ്ടാത്ത? ഈ ആരോപിക്കുന്ന തെറ്റ് മുഴുവനും നീ നിഷേധിക്കണം, ഈ ആരോപിക്കുന്നത് മുഴുവനും കള്ളമെന്ന് പറയണം. അങ്ങനെയെങ്കിൽ എനിക്ക് അധികാരമുണ്ട് നിന്നെ മോചിപ്പിക്കുവാൻ. പക്ഷെ ഒരു വാക്കും മിണ്ടാതെ, ഒരു വാക്കും മിണ്ടാതെ തന്റെ നേരെ ആക്രോശിക്കുന്ന സകല തെറ്റുകളെയും കാണുന്ന കൃത്യമായി അറിഞ്ഞിട്ടും ഒരു വാക്കും മിണ്ടാതെ ശിക്ഷാവിധി സ്വയം സ്വീകരിക്കാൻ എന്തുകൊണ്ടാണ് യേശു അങ്ങനെ നിൽക്കുന്നത്? അതിന്റെ കാരണം വേറെ ഒന്നുമല്ല, അതിന്റെ പുറകിലൊരു ചരിത്രമുണ്ട്. ആ ചരിത്രം ചെന്ന് നിൽക്കുന്നത് മനുഷ്യന്റെ സൃഷ്ടിപ്പിലേക്കാണ്. സർവവിധ സുഖ സൗകര്യങ്ങളുടെ പരിലാളനയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ, സകലവിധമായ സന്തോഷങ്ങളുടെയും നിറകുടമായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ, സകല വൃക്ഷ സസ്യലതാദികളുടെയും ഭംഗി ആസ്വദിക്കാനും അവയുടെ ഫലം അനുഭവിക്കാനും സന്തോഷ സമ്മോഹനമായ ജീവിതത്തിനും വേണ്ടി ദൈവത്തിന്റെ കരങ്ങളാൽ രൂപപ്പെട്ട മനുഷ്യൻ. അതെ, മനുഷ്യൻ എങ്ങനെ ഈ ഭൂമിയിൽ ഉണ്ടായി എന്നതിന് ലോകം നൽകുന്ന ഏറ്റവും വ്യക്തമായ ഉത്തരം വിശുദ്ധ വേദപുസ്തകം തരുന്ന ഉത്തരവാണ്.
അല്ലാതെ എവല്യൂഷണറി തിയറി ഒന്നും ശരിയല്ല. അനുമാനങ്ങളുടെ മുകളിൽ കെട്ടിച്ചമയ്ക്കപ്പെട്ട ഒരു തിയറിയാണത്. കാണുന്നതിനെയും കേൾക്കുന്നതിനെയും വിശ്വസിക്കാൻ പറ്റില്ലെന്നും തന്റെ അറിവ് വളരെ പരിമിതമാണെന്നും ശാസ്ത്രലോകം ഇന്ന് മനുഷ്യന് പറഞ്ഞുകൊടുത്തപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കാൻ പ്രാപ്തനായ മനുഷ്യന് പരിണാമ സിദ്ധാന്തത്തിന്റെ പൊള്ളയായ വാദമുഖങ്ങളെ തിരസ്കരിക്കാൻ കഴിയുന്നില്ല. കാരണം വേറെ ഒന്നുമല്ല, അത് തിരസ്കരിച്ചാൽ അടുത്ത ഉത്തരം ബൈബിളിലേക്ക് വന്നേ പറ്റൂ. എന്റെ കയ്യിൽ പിടിച്ചിരിക്കുന്ന ഈ ബൈബിള് കോട്ടയത്തുള്ള ഒരു പ്രസ്സിൽ ഒരു ദിവസം ഒരു വലിയ പൊട്ടിത്തെറി ഉണ്ടായെന്നും ആ പ്രസ്സിലുണ്ടായ സ്ഫോടനത്തിന്റെ അനന്തര ഫലമായി അവിടെ കൂട്ടിവെച്ചിരിക്കുന്ന അക്ഷരങ്ങൾ ചിതറിത്തെറിച്ച് അവയെല്ലാം കൃത്യമായ ഒരു അച്ചിലേക്ക് പതിഞ്ഞുവെന്നും ഇപ്പുറഭാഗത്ത് കൂട്ടിയിട്ടിരിക്കുന്ന പേപ്പർ കഷ്ണങ്ങൾ പാഞ്ഞ് പറഞ്ഞ് അതിലേക്ക് ചെന്നപ്പോഴേക്കും മഷി ഉയർന്നു പൊങ്ങി അതിലേക്ക് കയറി പിടിച്ചുവെന്നും അങ്ങനെ പ്രിന്റ് ചെയ്ത പേപ്പറുകൾ 1, 2, 3 അടുക്കിൽ വന്ന് താഴെ വീണെന്നും ആ പേപ്പറുകൾ ഒരു കെട്ടായി പറന്നു ചെന്ന് കട്ടിംഗ് മെഷീന്റെ അകത്തേക്ക് കയറിയെന്നും അത് കൃത്യമായി കട്ട് ചെയ്യപ്പെട്ടപ്പോഴേക്കും ലെതർ ഇപ്പുറത്തുനിന്ന് പറന്നു വന്ന് കയറിയെന്നും ഒക്കെ അങ്ങനെയൊക്കെയാണ് ഈ വേദപുസ്തകം ഉണ്ടായതെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ പരിഹസിച്ച് ചിരിക്കും. കാരണം ബുദ്ധിക്ക് നിരക്കുന്നതല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ഈ കാണുന്ന കോടാനുകോടി കോളങ്ങളും കൃത്യമായ അനുപാതത്തിൽ നിലനിർത്തിയിരിക്കുന്ന സൂര്യചന്ദ്രാദികളും ഭൂമി ഒരു ദിവസം 24 മണിക്കൂർ എടുത്ത് കറങ്ങുന്നത് നൂറ്റാണ്ടുകളായി, ആയിരക്കണക്കിന് വർഷങ്ങളായി മാറ്റമില്ലാതെ അങ്ങനെ തന്നെ തുടരുന്നതും സൂര്യന് 365 ദിവസങ്ങൾ എടുത്ത് കറങ്ങി വരുന്നതും കൃത്യമായ സീസണിൽ കൃത്യമായ അനുപാതത്തിൽ കാലാവസ്ഥകൾ മാറുന്നതുമൊക്കെ ഒരു പൊട്ടിത്തെറിയുടെ അനന്തര ഫലമാണെന്ന് പറഞ്ഞാൽ അതിനെ ശാസ്ത്രമെന്ന് വിളിക്കുന്ന ലോകമേ അല്ല, ശരിയല്ല. ഇതിന്റെയൊക്കെ പുറകിൽ ഒരു സൃഷ്ടിതാവുണ്ട്. വിശുദ്ധ വേദപുസ്തകം പറയുന്നത് പോലെ എന്നെ കേൾക്കുന്ന മാന്യ വ്യക്തി ജീവിതമേ, നിന്റെ അമ്മയുടെ വയറ്റിൽ നീ ഉരുവാകുന്നതിന് മുൻപ് സർവശക്തനായ ദൈവം നിന്നെ കണ്ടിരുന്നു. ഇന്നു രാത്രി ദൈവത്തിന്റെ പുസ്തകത്തിൽ നിനക്ക് വേണ്ടി എഴുതപ്പെട്ടിരുന്നു. ഇന്നു രാത്രി മൈക്കിന്റെ ശബ്ദപരിധിക്കകത്ത് ഈ സുവിശേഷ പ്രസംഗം നീ കേൾക്കുമെന്നും ഒരവസരം കൂടെ ദൈവം നിനക്ക് വേണ്ടി കരുതുമെന്ന് തമ്പുരാന്റെ പുസ്തകത്തിൽ എഴുതി വച്ചിരുന്നു. അതെ, എന്തുകൊണ്ടാണ് യേശു ഉത്തരമൊന്നും പറയാതെ പിലാത്തോസിന്റെ അരമനയിൽ നിൽക്കുന്നത്? അതിനൊരു ചരിത്രമുണ്ട്. ഏദൻ തോട്ടത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ, ദൈവം തന്റെ കരങ്ങളാൽ സൃഷ്ടിച്ചെടുത്ത മനുഷ്യൻ, സകലവിധമായ സൗഭാഗ്യങ്ങളും ദൈവം അവന് നൽകിയിരുന്നുവെങ്കിലും തോട്ടത്തിന്റെ നടുവ് നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം മാത്രം നീ തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും എന്ന് ദൈവം കൽപ്പിച്ചു. പിശാച് മനുഷ്യന്റെ മനസ്സിനെ സ്വായത്തമാക്കി ഇത് നീ തിന്നാൽ നീ ദൈവത്തെ പോലെ ആകുമെന്ന് പറഞ്ഞു വിശ്വസിപ്പിച്ചു. അങ്ങനെ മനുഷ്യൻ പാപം ചെയ്തു, ദൈവതേജസ് നഷ്ടപ്പെട്ടവനായി ഏദൻ പറുദീസയിൽ നിന്ന് പുറത്തായി. പാപം ചെയ്ത ആദി മനുഷ്യനായ ആദാമിന്റെ പാപം തന്റെ സന്തതി പരമ്പരകളിലേക്ക് പ്രചരിച്ച് അങ്ങനെ സകല മനുഷ്യരും പാപികളായി തീർന്നു. പാപിയല്ലാതൊരു മനുഷ്യനില്ലെന്ന് ലോകത്തിലെ സകല മതങ്ങളും ഒരുപോലെ പറയുന്നുവെങ്കിൽ ഇന്ന് രാത്രി നമുക്ക് ഒരു കാര്യം തീരുമാനിക്കാം, നാം എല്ലാവരും പാപികളാണെന്നുള്ള സത്യം. പക്ഷെ ഈ പാപത്തിൽ
പാപത്തിന്റെ പരിഹാരം എവിടെ നിന്ന്? എങ്ങനെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കഴിയുമെന്നുള്ള അന്വേഷണത്തിന് ഉത്തരമാണ് ലോകത്തിൽ കാണുന്ന മതങ്ങളെല്ലാം. ചില ഉത്തരങ്ങൾ ജ്ഞാനം പ്രാപിക്കുക വഴി പാപത്തിന് പരിഹാരം വരുത്തുവാൻ കഴിയുമെന്ന ഉത്തരമായിരുന്നു. ചില ഉത്തരങ്ങൾ ചില പ്രക്രിയകൾ ചെയ്യുക വഴി പാപത്തിന് പരിഹാരം വരുത്തുവാൻ കഴിയുമെന്ന ഉത്തരമായിരുന്നു. വേറെ ചില ഉത്തരങ്ങൾ ചില പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുക വഴി പാപത്തിന് പരിഹാരം വരുത്താം എന്നുള്ള ഉത്തരങ്ങളായിരുന്നു. പക്ഷേ കർമ്മമാർഗത്താലേ രക്ഷ സാധ്യമാകൂ എങ്കിൽ ചലനമറ്റ് കിടക്കുന്നവന് രക്ഷ അസാധ്യമായി പോകും. ചിലവുള്ളതാണ് രക്ഷയെങ്കിൽ ചിലവ് ചെയ്യുവാൻ നിവർത്തിയില്ലാത്ത ദരിദ്രന് ഈ രക്ഷ അപ്രാപ്യമായി പോകും. യാത്ര ചെയ്താലേ രക്ഷ ലഭ്യമാകൂ എങ്കിൽ യാത്ര ചെയ്യുവാൻ കഴിയാതെ തളർന്നു കിടക്കുന്നവന് ആ രക്ഷ അപ്രാപ്യമായി പോകും. അതുകൊണ്ടാണ് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു, ഈ രക്ഷ സകല മനുഷ്യർക്ക് സൗജന്യമായി ലഭിക്കേണ്ടതിന് നാം ഏൽക്കേണ്ട ശിക്ഷ പീലാത്തോസിന്റെ അരമനയിൽ നിന്നുകൊണ്ട് എന്റെ യേശു ശിരസ വഹിക്കുകയായിരുന്നു. ദേശമേ ദേശമേ, നിന്റെ പാപം മുഴുവനും ഏറ്റെടുത്ത് ഒരുവൻ ക്രൂശ് ചുമന്ന് അവന്റെ അടിപ്പിണരുകളെ നിന്റെ പാപത്തിന് എന്നേക്കുമോ ഒരിക്കലായി പരിഹാരം വരുത്തി കഴിഞ്ഞു. ഇനിയും ഒരു പുണ്യപ്രവൃത്തിയും ശേഷിക്കുന്നില്ല, ഒരു പ്രതിക്രിയകളും ശേഷിക്കുന്നില്ല, ഒരു യാത്രകളും ഇനി അവശേഷിക്കുന്നില്ല. നിന്റെ പാപത്തിന്റെ പരിഹാരം മുഴുവനും എന്നേക്കുമായി വരുത്തുവാൻ പീലാത്തോസിന്റെ അരമനയിൽ നിശബ്ദനായി നിന്ന യേശു പൊതുജനം മുഴുവനും ഒന്നിനൊന്നോടൊക്കാത്ത, ഒന്നിനൊന്നോട് ചേരാത്ത കള്ളസാക്ഷികൾ അവിടെ വിളിച്ചു പറഞ്ഞിട്ടും ഒന്നുപോലും നിഷേധിക്കാതെ യേശു അവിടെ നിന്നതെന്തിന്? പീലാത്തോസ് പറയുന്നുണ്ട്, നീ ഒരു വാക്കും തിരിച്ചു പറയുന്നില്ലല്ലോ. യേശു മൗനമായി നിന്നത് അത് മുഴുവനും ശിരസ വഹിക്കാൻ വേണ്ടിയാ. പക്ഷെ അന്ന് പീലാത്തോസ് ചെയ്ത ഒരു തെരഞ്ഞെടുപ്പുണ്ട്. റോമൻ ഗവർണറായ പീലാത്തോസ്, അധികാര പ്രൗഢിയോടെ വാണരുളുന്ന പീലാത്തോസ്, രാജ്യഭരണത്തിൽ നൈപുണ്യമുള്ള പീലാത്തോസ്, പല അക്രമങ്ങളെയും അടിച്ചമർത്തുന്നതിൽ വിജയിച്ച നിഷ്ഠൂരനായ പീലാത്തോസ്. പക്ഷെ ഇവിടെ നിൽക്കുന്നത് ലോക ചരിത്രമോർക്കുന്ന ഏറ്റവും വലിയൊരു തീരുമാനത്തിന്റെ മുൻപിലായിരുന്നു. ടാക്സ് കൂട്ടണോ കുറയ്ക്കണോ എന്ന തീരുമാനം താൻ പലതവണ എടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു നാട്ടുരാജ്യത്തെ ആക്രമിക്കാൻ സൈന്യം പുറപ്പെടണോ എന്നുള്ള തീരുമാനം അദ്ദേഹം എടുത്തിട്ടുണ്ടായിരിക്കാം. പല തീരുമാനങ്ങളും രാഷ്ട്രീയമായി കൈക്കൊള്ളുവാൻ ഒത്തിരി നൈപുണ്യമുള്ള ആളായതുകൊണ്ട് തന്നെയാണ് പീലാത്തോസ് ആ സിംഹാസനത്തിൽ ഇരിക്കുന്നത്. പക്ഷേ ഈ നിമിഷം ചരിത്ര നിമിഷമാണ്. ഈ നിമിഷം ജീവിതത്തെ തീരുമാനിക്കുന്ന നിമിഷമാണ്. ഈ നിമിഷം നിന്റെ മുന്നിൽ നിൽക്കുന്നത് കരുണയുടെ മൂർത്തി ഭാവമായ യേശുവാണ്. സ്നേഹത്തിന്റെ ആൾരൂപമായ യേശുവാണ്. ഈ യേശുവിനെ തെരഞ്ഞെടുക്കുന്നതിന് പകരം അക്രമത്തിന്റെയും കൊള്ളരുതായ്മയുടെയും നിഷ്ഠൂരതയുടെയും കൊലപാതകത്തിന്റെയും അടയാളമായ പീലാത്തോസിനെ തെരഞ്ഞെടുക്കുക വഴി പീലാത്തോസ്, നീ എടുത്ത തീരുമാനം നിന്റെ ജീവിതത്തെയും നിന്റെ ഭാവിയെയും ചരിത്രത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു തീരുമാനമായിരുന്നു. അതെ, ഇന്നും യേശുവിനെ സംബന്ധിച്ച തീരുമാനം
ജീവിതങ്ങളെ മാറ്റിമറിക്കുന്ന തീരുമാനമാണ്. യേശുവിനെ സംബന്ധിച്ചുള്ള തീരുമാനം നിന്റെ ജീവ ചരിത്രത്തെ മാറ്റിമറിക്കുന്ന തീരുമാനമോ? പലപ്പോഴും ഈ തീരുമാനത്തിന്റെ മുൻപിൽ ഉറച്ച നിലപാടുകൾ എടുക്കുവാൻ കഴിയാതെ ചഞ്ചലിച്ചു പോയ വ്യക്തിത്വമേ, വർഷങ്ങളോളമായി ഈ പരസ്യ സ്ഥലത്ത് വിളിച്ചു പറയപ്പെട്ട ഈ തീരുമാനത്തിന്റെ മുൻപിൽ കൃത്യമായൊരു തീരുമാനം കൈക്കൊള്ളുവാൻ കഴിയാതെ വീണ്ടും വീണ്ടും അധപ്പതനത്തിലേക്ക് പോയ മനസാക്ഷി നിന്റെ ജീവിതത്തിന്റെ ഭാഗമെങ്കിൽ ഇന്ന് രാത്രി ഒരിക്കൽ കൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, ഈ തീരുമാനം ജീവിതത്തിനും മരണത്തിനും ഇടയ്ക്കുള്ള തീരുമാനമോ, സ്വർഗത്തിന് ഈ ഭൂമിക്ക് ഇടയ്ക്കുള്ള തീരുമാനമോ, നിത്യതയെ തീരുമാനിക്കുന്നതാണ് ഈ ചരിത്രമാകും. ക്ഷണികമാണ് മനുഷ്യന്റെ ജീവിതം. കളിച്ച് ചിരിച്ച് നമ്മളോട് വർത്താനം പറഞ്ഞ പലരും പിറ്റേ ദിവസം ഇല്ല. പ്രായ വർണ്ണ വർഗ പണഭേദമന്യേ മരണത്തിന്റെ നനുത്ത കരങ്ങൾ ഏത് നിമിഷവും നമ്മെ പിടികൂടാമെന്ന് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള അനവധി സംഭവങ്ങൾ നമ്മളെ ഓർപ്പിക്കുമ്പോൾ എന്നേക്കും ഈ ഭൂമിയെ നീ കാണുമെന്ന് വിചാരിക്കല്ലേ സ്നേഹിത. ജീവിതമെന്നാൽ ആസ്വാദനം മാത്രമാണെന്ന് തീരുമാനിക്കല്ലേ സ്നേഹിത. എന്തിനേറെ നമ്മുടെ സമൂഹത്തിലുള്ള ചിന്തിക്കുന്ന ആളുകൾ ഉൾപ്പെടെ ജീവിതത്തിന്റെ നൈമിഷികതയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. സ്കൂളിലൊക്കെ പഠിച്ച ഒരു കവിത നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. വൈലോപ്പള്ളി പാടിയ ചില വരികളല്ലേ? ചക്ഷുശ്രവണ തളസ്തമാം ദർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കും പോലെ കലാഹിന പരിഗ്രസ്തമാം ലോകവും അമോല ചേതസാ ഭോഗങ്ങൾ തേടുന്നു. പാമ്പിന്റെ വായിൽ അകപ്പെട്ടത് അവള തീരുക. ചില നിമിഷങ്ങൾ കഴിഞ്ഞാൽ ഇത് തീരുക. പാമ്പിന്റെ വായിൽ അകപ്പെട്ടിരിക്കുക. അപ്പൊ അതിന്റെ മുൻപിലൂടെ ഒരു പ്രാണി പറന്നു പോയപ്പോൾ നാക്ക് നീട്ടി അതിനെ പിടിച്ച് തിന്നുന്ന തവളയെ പോലെ കാലത്താൽ കാലമാകുന്ന പാമ്പിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യൻ ഭോഗങ്ങൾ തേടുന്നതിന് ഒരർത്ഥവുമില്ലത്രേ. ചിന്തിക്കുന്ന ഏത് മനുഷ്യനും ഒരു കാര്യം മനസ്സിലാവും, ഈ ഭൂമിയിലെ ജീവിതം ക്ഷണികമാണ്. ഇത് കഴിഞ്ഞൊരു നിത്യതയുണ്ട്. ഇത് കഴിഞ്ഞൊരു നിത്യതയുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മളോട് കളിച്ചിരിച്ച് ഇടപെട്ട നമ്മുടെ സ്നേഹിതൻ പിറ്റേ ദിവസം ലോകത്തുനിന്ന് മാറ്റപ്പെട്ട വാർത്തയറിഞ്ഞ് നമ്മളെ വീട്ടിലേക്ക് കയറി ചെന്ന് പറയുന്ന ഒരു വാക്കില്ലേ, അയ്യോ പോയല്ലോടാ. അവിടെ നിലവിളിച്ചു കരയുന്ന ചിലർ പറയുന്ന വാക്കുകളില്ലേ, എന്റെ സഹോദരൻ പോയി, എന്റെ ഭർത്താവ് പോയി, എന്റെ മകൾ പോയി. എങ്ങോട്ട് പോയെന്ന് ദേ കിടക്കുന്നു. കൈയും കാലും നാക്കും മൂക്കുമൊക്കെ അവിടെ തന്നെ ഉണ്ട്. ആര് പോയെന്നായി പറയുന്നേ? അപ്പൊ നമ്മളിങ്ങനെ കൈയും കാലും നാക്കും മൂക്കും ഒക്കെ ഉള്ളവരായി നടക്കുന്നുണ്ടെങ്കിലും സത്യത്തിൽ ഈ നടക്കുന്നതല്ല നമ്മളല്ലേ. മരിച്ചു കിടക്കും ഇതൊക്കെ അവിടെ ഉണ്ട്, പക്ഷെ പോയെന്നാ പറയുന്നേ. അപ്പൊ എന്ന് വെച്ചാൽ നമ്മളൊക്കെ പറയാതെ പറയുന്ന ഒരു സത്യം, ഈ കാണുന്ന ശരീരമല്ല നാം, ഇതിന്റെ അകത്തൊരു മനുഷ്യനുണ്ട്. മരണമെന്നുള്ളത് ഈ ശരീരത്തിൽ നിന്ന് വേർപാട് മാത്രമാണ്. ഒരു കൂട്ടിൽ നിന്നൊരു പക്ഷി പറന്നു പോകുന്നത് പോലെ ഈ ശരീരം വിട്ട് പറന്നു പോകുന്ന ഈ ആത്മാവിനൊരു നിത്യതയുണ്ട്. വിശുദ്ധ വേദപുസ്തകം പറയുന്നു, ഒന്നുകിൽ ദൈവത്തോടുകൂടെ നിത്യമായ പരദീസ, അല്ലെങ്കിൽ
തീയും ഗന്ധകവും കത്തുന്ന തീപ്പൊയ്ക. വേദനാജനകമാണ് നരകം. അവസാനമില്ലാത്തതാണ് നരകം. കത്തുന്ന തീപ്പൊയ്കയാണ് നരകം. മാന്യ വ്യക്തിത്വമേ, ഞാനും നിങ്ങളും ഒരിക്കലും ആ നരകത്തിന് അംശിയാകണമെന്ന് സ്നേഹസ്വരൂപനായ ദൈവം ആഗ്രഹിക്കാത്തത് കൊണ്ട് പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെടുത്തിയ മനുഷ്യൻ, എന്തൻ പൂങ്കാവനത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട മനുഷ്യൻ, വിഷണ്ണ മനസ്സുള്ളവനായി, നിരാശ ബാധിച്ചവനായി, സകലവും നഷ്ടപ്പെട്ടവനായി നിൽക്കുമ്പോൾ ഏദൻ തോട്ടത്തിൽ ദൈവം ഒരു വാഗ്ദാനം കൊടുത്ത് സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. ക്രൂശ് മരണം ഒരു പരാജയമല്ലായിരുന്നു. ക്രൂശ് മരണം ഒരു വിജയമായിരുന്നു. പൗലോസ് കൊലോസ്യ ലേഖനത്തിൽ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്: വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു. വിരോധവും പ്രതികൂലവുമായിരുന്ന ഒരു കയ്യെഴുത്തുണ്ടായിരുന്നു, അതിനെ നീക്കിക്കളഞ്ഞു. നിനക്ക് വിരോധമായ ശത്രുവായ പിശാച് എഴുതി വെച്ച ചിലത്, നിന്റെ കുടുംബത്തിന് വിരോധമായി പിശാച് തീരുമാനിച്ചു വെച്ച ചിലത്, നിന്റെ തലമുറകൾക്ക് വിരോധമായി പിശാച് തീരുമാനിച്ചു വെച്ച ചിലത്, അതിനെ എടുത്ത് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞ് ശാപം നിന്റെ കുടുംബത്തിൽ നിന്ന് മാറ്റിക്കളയേണ്ടതിന് യേശു നിനക്ക് വേണ്ടി യാഗമായ ചരിത്രമാണിത്. അന്ന് ആ കൊട്ടാരത്തിനകത്തെ വധിക്കളത്തിൽ വെച്ച് നിരവധി പടയാളികൾ നോക്കി നിൽക്കേ, പുരുഷാരത്തിന് തൃപ്തി വരുത്തുവാൻ, തന്റെ അധികാരത്തിന് മുടക്കം വരാതിരിക്കാൻ ഒരു ഭാഗത്ത് തനിക്ക് വ്യക്തമായ അറിവുണ്ടായിരുന്നിട്ടും പീലാത്തോസ് യേശുവിനെ ക്രൂശിക്കാൻ ഏൽപ്പിച്ചു. ബറബാസിനെ തെരഞ്ഞെടുത്തു. ഇവിടെ എഴുതിയിട്ടില്ല, പക്ഷെ പീലാത്തോസിന്റെ ജീവിതത്തെ കുറിച്ച് ചരിത്ര രേഖകളുണ്ട്. ഒരു ചരിത്രരേഖ പറയുന്നത്, അധികം താമസിയാതെ പീലാത്തോസിനെ തിബരിയോസ് കൈസർ തിരിച്ചു വിളിച്ചു റോമിലേക്ക്. അദ്ദേഹത്തിന്റെ ശമരിയക്കാരിൽ ചിലരെ അടിച്ചമർത്തിയ രീതി ഒരു വല്ലാത്ത നിഷ്ഠൂരതയായി. ഒന്നിനു പിറകെ ഒന്നായി അദ്ദേഹത്തിന്റെ ഈ അക്രമത്തിനും അദ്ദേഹത്തിന്റെ നിഷ്ഠൂരതയ്ക്കും ഇഷ്ടം പോലെ ചരിത്ര സാക്ഷികളായപ്പോൾ തിബരിയോസ് കൈസർ അദ്ദേഹത്തെ തിരിച്ചു വിളിച്ചു. വേറെ ചില രേഖകൾ പറയുന്ന അദ്ദേഹത്തെ നാടുകടത്തി. വേറെ ചില എഴുത്തുകൾ പറയുന്നത് നാടുകടത്തപ്പെട്ട പീലാത്തോസ് കുറ്റബോധം കൊണ്ട് നിറഞ്ഞവനായി. അദ്ദേഹം ഇങ്ങനെ കൺക്ലൂഡ് ചെയ്തു: ആ നിഷ്കളങ്ക രക്തത്തെ അന്ന് ഞാൻ ക്രൂശീകരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തത് കൊണ്ടായിരിക്കാം ഈ ദുരവസ്ഥയെല്ലാം എന്റെ ജീവിതത്തിൽ വന്നത്. അങ്ങനെ ആ മനുഷ്യൻ, ഈ വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്, അവൻ വെള്ളമെടുത്തു കൈ കഴുകി. പീലാത്തോസിനൊരു പ്രശ്നം പറ്റി. തന്റെ കരങ്ങളിലേക്ക് നോക്കുമ്പോൾ താൻ കാണുന്നത് രക്തക്കറയാണ്. താൻ തന്റെ കുടുംബാംഗങ്ങളോട് വിളിച്ചു പറയും: വെള്ളം കൊണ്ടുവരൂ, എന്റെ കയ്യിൽ രക്തക്കറ കാണുന്നു. അദ്ദേഹം കൈ കഴുകും. 10 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും താൻ ആക്രോശിച്ചു വിളിച്ചു പറയും: ആരുണ്ട് അവിടെ, വെള്ളം കൊണ്ടുപോ, എന്റെ കരങ്ങളിൽ രക്തക്കറ കാണുന്നു. കൈ കഴുകി കൈ കഴുകി കൈ കഴുകി ഭ്രാന്തനായി ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്തു എന്ന് ചരിത്രരേഖകൾ പറയുന്നു. ജീവിതത്തെ മുഴുവനും മാറ്റിമറിക്കുന്ന ചില തീരുമാനങ്ങളുണ്ട്.
ധനവിനിയോഗത്തെ കുറിച്ചുള്ള തീരുമാനത്തെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. ബന്ധങ്ങളെ കുറിച്ചുള്ള തീരുമാനത്തെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. ജോലി സംബന്ധിച്ചുള്ള തീരുമാനത്തെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. നിന്റെ നിത്യതയെ സംബന്ധിച്ചൊരു തീരുമാനമുണ്ട്. മകനെ, മകളെ, നിന്റെ നിത്യതയെ കുറിച്ചൊരു തീരുമാനമുണ്ട്. ഇന്ന് രാത്രി ഈ പരസ്യ സ്ഥലത്ത് നിന്നുകൊണ്ട് ഒരവസരം കൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ. മറ്റൊരു രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുക ആകാശത്തിന്റെ കീഴിൽ മനുഷ്യന് നൽകപ്പെട്ട യേശു എന്ന നാമമല്ലാതെ വേറെ ആരും നാമവുമില്ല. നിന്റെ പാപം രക്താംബരം പോലെ കടും ചുവപ്പാണെങ്കിലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കുവാൻ ശക്തനായവൻ ഇന്ന് രാത്രി ദേശത്തിറങ്ങി വന്നിട്ടുണ്ട്. എന്തുകൊണ്ട് നിനക്ക് യേശുവിനായി ജീവിതം സമർപ്പിക്കുവാൻ കഴിയുന്നില്ല? എന്തുകൊണ്ട് വീണ്ടും വീണ്ടും നീ ബറബാസിനെ തെരഞ്ഞെടുക്കുന്നു? ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, വർഷങ്ങൾക്ക് മുൻപ് എന്റെയൊക്കെ ചെറുപ്പകാലത്ത് ഞങ്ങളുടെ നാടിനെ പിടിച്ചു കുലുക്കിയ ഒരു സംഭവം ഉണ്ടായി. രണ്ട് ആത്മാർത്ഥ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. ഒരുമിച്ച് ബിസിനസ് ചെയ്യും, ഒരുമിച്ച് യാത്ര ചെയ്യും, ഒരുമിച്ച് അവരെ കാണും. പക്ഷേ ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ സുഹൃത്ത് മറ്റേ സുഹൃത്തിനെ രാത്രിയിൽ ഇരുട്ടിന്റെ മറവിൽ 36 തവണ കുത്തി കൊലപ്പെടുത്തിയ ഒരു സംഭവം ഞങ്ങളുടെ ദേശത്തെ കീഴ്മേൽ മറിച്ച ഒരു സംഭവമായിരുന്നു. അദ്ദേഹത്തെ പോലീസ് പിടിച്ചു, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു, അദ്ദേഹത്തെ കുറ്റം വിധിച്ചു, അദ്ദേഹത്തെ തടവിന് വിധിച്ചു. ദീർഘമായ 12 വർഷങ്ങൾ അദ്ദേഹം ജയിലിൽ കിടന്നു. ജയിൽവാസം കഴിഞ്ഞ് അദ്ദേഹം പുറത്തിറങ്ങി. ജയിൽ പുള്ളി നാട്ടിൽ വന്നിരിക്കുന്നു. സ്നേഹിതനെ 36 തവണ കുത്തി കൊലപ്പെടുത്തിയ ക്രൂരൻ നാട്ടിൽ ഇറങ്ങിയിരിക്കുന്നു. ചർച്ചയായി, വാർത്തയായി. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാനും കുറച്ചാളുകളും എല്ലാം ഇരിക്കുന്ന ഒരു ഭവനാങ്കണം. ഈ മനുഷ്യൻ ആ ഭവനാങ്കണത്തിന്റെ മുൻപിലെ വഴിയിലൂടെ ഇങ്ങനെ നടന്നുപോയി. ഇത്രയും ആളുകൾ ഇവിടെ ഇരിക്കുന്ന കണ്ടപ്പോൾ അദ്ദേഹം കൂടെ അങ്ങോട്ട് കയറി. എല്ലാവരും വർത്താനം പറഞ്ഞു, ഇദ്ദേഹവും വർത്താനം പറഞ്ഞു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആ വീട്ടിലെ ആന്റി, ചേച്ചി ഇട്ടി വെട്ടുന്നൊരു ചോദ്യം, എന്നാലും രൂപേനെ നീ എന്തിനാടാ അത് ചെയ്തത്? അവിടെ ഇരുന്നവരെല്ലാം ഞെട്ടിപ്പോയി. ആരും പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു ചോദ്യം ഈ മനുഷ്യനോട് ആ ചേച്ചി ചോദിക്കുമെന്ന്. ചിലർ വിചാരിച്ചു ഇപ്പൊ ഈ മനുഷ്യൻ ചാടി എഴുന്നേക്കും, അവിടെ കാണുന്ന സാധനങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ് പൊട്ടിക്കും, ഇപ്പൊ 4 തെറിയൊക്കെ വിളിച്ചു പറഞ്ഞാൽ അവിടെ നിന്ന് പോകും. പക്ഷെ ഈ മനുഷ്യൻ ചെയ്തെന്നാ നോക്കണോ? ഇരുന്ന ഇരപ്പിൽ തല കുനിച്ചു. കുറ്റബോധം ആ കണ്ണുകളിൽ ഞങ്ങൾ കണ്ടു. ആ മനുഷ്യൻ തലകുനിച്ച് ചില നിമിഷങ്ങൾ നിശബ്ദനായിരുന്നു. ആളുകളെല്ലാം എന്താണ് ഈ മനുഷ്യൻ പറയാൻ പോകുന്നതെന്ന് ചെവിയോർത്തപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: 100 തവണ ഞാൻ അനുഭവിച്ചു, ഒരു നിമിഷത്തിലെ തീരുമാനം പാളിപ്പോയി, ഒരു തെറ്റിദ്ധാരണ, അതിനിത്രയും വില കൊടുക്കേണ്ടി വരുമെന്ന് ഞാൻ പോലും കരുതിയില്ല. അതെ, തെറ്റിപ്പോയ തീരുമാനങ്ങളുടെ ഒരു പരമ്പരയാണോ നിന്റെ ജീവിതം? തെറ്റിപ്പോയ തീരുമാനങ്ങളുടെ കുറ്റബോധം നിന്നെ തുറച്ചു നോക്കുന്നുണ്ടോ? ബോംബെയിലെ YMCA ഒരുക്കിയ ഒരു കൗൺസിലിംഗ് ട്രെയിനിങ്ങിന് ജയിൽ പുള്ളികളുടെ ഇടയിൽ കൗൺസിലിംഗ് നടത്താൻ വേണ്ടി ഒരു ടീമിനെ സജ്ജമാക്കുന്നതിന്റെ ഭാഗമായി
ഞാനും മറ്റൊരു വ്യക്തിയും റിസോഴ്സ് പേഴ്സൺസ് ആയിട്ട് പോയി അവിടുത്തെ കൗൺസിലിംഗ് ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് അവരോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിൽ ഒരു വ്യക്തി ഞങ്ങളോട് പറഞ്ഞൊരു സംഭവം ഞാൻ ഓർക്കുകയാണ്. ഈ സഹോദരി പറഞ്ഞത്, സ്ത്രീകളുടെ സെല്ലിലാണ് ഈ വ്യക്തി പോകുന്നത്. ഒരു ദിവസം അവിടെ ചെന്നപ്പോൾ ജയിൽ വാർഡൻ പറഞ്ഞു, ഇവിടെ ഒരു സഹോദരിയുണ്ട്, ഉറക്കമില്ല, ആഴ്ച 1.5 വന്നിട്ട് ഉറക്കമില്ല, നിങ്ങളൊന്ന് കൗൺസിലിംഗ് നടത്തണം, അവർ അറ്റ്ലീസ്റ്റ് ഉറങ്ങെങ്കിലും ചെയ്യട്ടെ. എന്നോട് പറഞ്ഞു, സാറേ ഞാൻ കൗൺസിലിങ്ങിന് വേണ്ടി ഈ വ്യക്തിയുടെ കൂടെ ഇരുന്നപ്പോൾ സുന്ദരിയായ ഒരു ചെറുപ്പക്കാരി, ഏറി വന്നാൽ ഒരു 25-26 വയസ്സിൽ കൂടുതൽ പ്രായമില്ല, നല്ല വിദ്യാഭ്യാസമുള്ള, സൗന്ദര്യമുള്ള, നല്ല വീട്ടിൽ ജനിച്ചു വളർത്തപ്പെട്ട ഒരു പെൺകുട്ടി. അവളുടെ ഭർത്താവ് വിദേശത്താണ്, അവൾക്ക് ഇരട്ട കുഞ്ഞുങ്ങളാണ് ജനിച്ചത്. പക്ഷേ അവളുടെ ഭർത്താവിന്റെ അമ്മ എല്ലാ ദിവസവും പ്രസവിച്ച് കിടക്കുന്ന ഇവളെ അടുക്കള ജോലി ചെയ്യാൻ നിർബന്ധിക്കുമ്പോൾ കുഞ്ഞുങ്ങളെ നോക്കുവാൻ സാധ്യമല്ലാതെ അടുക്കള ജോലിയും രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റാതിരിക്കുമ്പോൾ ഇവൾ പലപ്പോഴും അലറിക്കരയും. വീണ്ടും വീണ്ടും അവളെ പലതിനും നിർബന്ധിച്ചപ്പോൾ ഒരു ദിവസം അവളുടെ നിയന്ത്രണം മുഴുവനും നഷ്ടപ്പെട്ടു. ഈ 2 പിഞ്ചു കുഞ്ഞുങ്ങളെയും എടുത്തുകൊണ്ട് അവൾ ബാത്റൂമിൽ ബാത്ടബിൽ വെള്ളം നിറച്ചിട്ടേച്ച് ഈ 2 കുഞ്ഞുങ്ങളെയും അതിൽ മുക്കിപ്പിടിച്ചത്രേ. ആ പിഞ്ചു കുഞ്ഞുങ്ങൾ മരിച്ചു എന്ന് ഉറപ്പുവരുത്തിയിട്ട് അമ്മാവി അമ്മയുടെ അടുക്കൽ അവൾ ചെന്നിട്ട് പറഞ്ഞത്രേ, തീർത്തു, ശല്യം തീർന്നു, ഇനിയും നിങ്ങൾ പറയുന്നതെല്ലാം ഞാൻ ചെയ്യാമെന്ന്. ഓടിച്ചെന്ന് നോക്കിയപ്പോൾ ചേതനയേറ്റ പിഞ്ചു കുഞ്ഞുങ്ങളുടെ മൃതശരീരം കണ്ട് ഈ അമ്മാവിയമ്മ പോലീസിനെ വിളിച്ചു വരുത്തി. അങ്ങനെ അവളെ അറസ്റ്റ് ചെയ്തു. അവൾക്ക് വിധി പ്രഖ്യാപനം നടത്തി അവളെ ജയിലിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ കൗൺസിലറോട് കൂടെ പറഞ്ഞൊരു സെന്റൻസ് അന്ന് എന്നോട് പറഞ്ഞ ആ വ്യക്തിത്വം പറഞ്ഞു ഞാൻ ഇന്നും ഓർക്കുന്നു. സാറേ, അവൾ എന്നോട് പറയുകയായിരുന്നു, മാഡം എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല മാഡം, ഞാൻ കണ്ണടയ്ക്കുമ്പോൾ 4 കുഞ്ഞു കണ്ണുകൾ എന്നെ നോക്കുകയാണ് മാഡം, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, ഞാൻ എന്ത് ക്രൂരതയാണ് ചെയ്തത്, ഞാൻ എന്ത് അക്രമമാണ് ചെയ്തത്, നിഷ്കളങ്കമായ 2 പിഞ്ചോമനകളെ കൊലപ്പെടുത്തിയ കൈകളെ എങ്ങനെ എനിക്ക് വിശ്വസിക്കുവാൻ കഴിയും? എനിക്ക് സാധിക്കില്ല. മുഴുവനും ഉറങ്ങാൻ എനിക്ക് സാധിക്കില്ല. തലതല്ലി കരഞ്ഞുകൊണ്ട് കൗൺസിലറുടെ മുൻപിൽ മുട്ടിലേക്ക് തലയായിച്ചിരുന്ന് അലറിക്കരഞ്ഞ് ആ ഇൻസിഡന്റ് ഞങ്ങളോട് വിശദീകരിക്കുകയുണ്ടായി. ചില പാളിപ്പോയ തീരുമാനങ്ങളുടെ മുൻപിൽ കരഞ്ഞിട്ടും നിന്റെ മനസാക്ഷിയുടെ പീഠയ്ക്ക് അവസാനം ഉണ്ടാകുന്നില്ലയോ? അതോ ആരോടും പറയാതെ നെരിപ്പോട് നീറുന്ന കണക്ക് പാപത്താൽ നീറിപ്പുകയുന്ന ആളാണ് നീ. യേശുവിനെ തെരഞ്ഞെടുക്കൂ. കരുണാമയനെ തെരഞ്ഞെടുക്കൂ. അവന് ക്ഷമിക്കാൻ പറ്റാത്തൊരു പാപവുമില്ല. അവന് പരിഹരിക്കാൻ പറ്റാത്തൊരു വിഷയവുമില്ല. അവനെ പോലത്തെ ഒരു ശില്പി ഇന്നേ വരെ ലോകം കണ്ടിട്ടില്ല. തകർന്ന തരിപ്പണമായി കിടക്കുന്ന കളമണ്ണിനെ കരങ്ങളിലെടുത്തിട്ട് അതിൽ നിന്നും മനോഹരമായ ഒരു പാത്രത്തെ രൂപപ്പെടുത്തുവാൻ കഴിയുന്ന ലോകം ഇന്നേ വരെ കണ്ടിട്ടുള്ളതിലേക്കും വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായ ഒരു ശില്പിയെ ഇന്ന് രാത്രി ഞാൻ പരിചയപ്പെടുത്താം. യേശു. ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുൻപ് മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി സ്വർഗം ജയിച്ച് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നവൻ, 33 തിരുവയസ്സ് വരെ നന്മ സുവിശേഷിച്ചവൻ, ആ കൽവറിയുടെ കൊലക്കളത്തിൽ 3 കുരിശുകൾ ഉയർന്നു നിൽക്കുന്നത് കണ്ടു. അതിലൊരു കുരിശിൽ സ്വന്തം താളത്തേക്ക് ശിരസ് ചാഞ്ഞ്
സകലവും നിവൃത്തിയായെന്ന് പറഞ്ഞ് യേശു പ്രാണനെ വിട്ടപ്പോൾ നിനക്ക് വേണ്ടിയുള്ള രക്ഷയുടെ വാതിൽ തുറക്കുകയായിരുന്നു. നിന്റെ മതത്തിന് തരുവാൻ കഴിയാതിരുന്ന രക്ഷ, നീ വിശ്വസിച്ച തത്വശാസ്ത്രങ്ങൾക്ക് തരുവാൻ കഴിയാതിരുന്ന രക്ഷ, നീ വായിച്ചു കൂട്ടിയ സകല തത്വചിന്തകൾക്ക് തരുവാൻ കഴിയാതിരുന്ന രക്ഷ, ഇന്ന് രാത്രി പരസ്യമായി ഈ സ്ഥലത്ത് നിന്ന് ഞങ്ങൾ വിളിച്ചു പറയട്ടെ, ഇത് സൗജന്യമാണ്. ആ ക്രൂശിൽ കിടക്കുന്ന യേശു വിളിച്ചു പറഞ്ഞ ഒരു സെന്റൻസും കൂടെ ഉണ്ട് കേട്ടോ. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ. ഇത്ര വലിയ സ്നേഹം എവിടെയുണ്ട്? തുങ്കപ്രതാപമാർന്ന ശ്രീയേശു നായകനെ, ജേസൺ ബ്രദർ ആ പാട്ട് പാടിയാൽ എത്ര മനോഹരമായിരിക്കുന്നറിയോ. ഞങ്ങൾക്ക് നന്മ ചെയ്ത കാരുണ്യ വാരിധിയെ വണങ്ങിടുന്നടിയാൻ ആ പാദത്തിലേക്ക് ഇന്ന് രാത്രി നീ ഓടിച്ചെല്ലുമോ? സ്നേഹനിധിയായവൻ നിന്റെ അരികിൽ ഇറങ്ങി വന്ന് നിൽപ്പുണ്ട്. ആർദ്രമായ കണ്ണുകളിലേക്ക് നീ ഒന്ന് നോക്കൂ. തകർന്നു തരിപ്പണമായ പണങ്കുപാത്രത്തെ രൂപപ്പെടുത്തിയെടുക്കുവാൻ ഈ ശില്പിക്ക് കഴിവുണ്ട്. ചില പാളിപ്പോയ തീരുമാനങ്ങൾ നിന്റെ കുടുംബത്തെ പിന്തുടരുന്നുണ്ടോ? ചില പാളിപ്പോയ തീരുമാനങ്ങൾ നിന്റെ മനസാക്ഷിയെ കാർന്നു തിന്നുന്നുണ്ടോ? മതി. ബറബ്ബാസിനെ തെരഞ്ഞെടുത്തത് മതി. സ്വാർത്ഥതയുടെ പുറകെ ഓടിയത് മതി. സ്വയത്തിന്റെ പിന്നാലെ വിരഞ്ഞോടിയത് മതി. കാച്ചിക്കുറുക്കി കൂട്ടി കുറച്ച് ഹരിച്ച് ഗുണിച്ച് നോക്കുമ്പം വെറും സീറോയാ. നമ്മൾ ആരാന്ന് നമ്മളോടൊരു ചോദ്യം ചോദിച്ചാൽ ഇപ്പൊ നമ്മൾ പറയും ഞാൻ ഇന്ന വീട്ടിൽ ഇന്നാരാ. അല്ല, നീ ഏത് വീട്ടിലാണെന്ന് ഞാൻ ചോദിച്ചില്ല, നീ ആരാ? നമ്മൾ പറയും ഇന്ന ജോലി ചെയ്യുന്നയാളാണ് ഞാൻ. ജോലിയെ കുറിച്ച് ഞാൻ ചോദിച്ചല്ലോ, നീ ആരാ? ഒരു 5-8 തവണ ഇതുപോലെ ആവർത്തിച്ചാലുണ്ടല്ലോ, നമ്മൾ പറയും ഞാൻ ആരാന്ന് ചോദിച്ചാൽ ആരുമല്ല. എനിക്ക് പറയാനുള്ളതെല്ലാം എനിക്ക് കിട്ടിയതാ. വേദപുസ്തകത്തിൽ ഒരു മനുഷ്യൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, നഗ്നനായി ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നു, നഗ്നനായി ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പോകും. കൊട്ടാര സദൃശ്യമായ മന്ദിരങ്ങൾ പണിതെടുത്താലും 6 അടി മണ്ണ് നിൻ മൂലധനം, കോടികളാസ്ത ഉണ്ടാക്കി വെച്ചാലും നിക്ഷേപങ്ങൾ കുമിഞ്ഞു കൂടിയാലും 6 അടി മണ്ണ് നിൻ മൂലധനം. മരിക്കും ഒരു നാൾ നീ മനുഷ്യ. നിന്റെ വ്യാമോഹങ്ങൾ വെറുതെ, അർത്ഥശൂന്യതയല്ലേ നിന്റെ മുഖമുദ്ര, ലക്ഷ്യമില്ലായ്മയല്ല നിന്നെ നയിക്കുന്നത്. അർത്ഥമില്ലായ്മയുടെ ഇരുട്ടിൽ തപ്പിത്തടയുന്ന വ്യക്തിത്വമേ, ക്രിസ്തു ഇല്ലാത്ത ജീവിതം ലക്ഷ്യമില്ലാത്ത ജീവിതമാണ്. നടുക്കടലിൽ ദിശാസൂചിക നഷ്ടപ്പെട്ട കപ്പല് പോലെ ആകാശത്തിന്റെ അനന്ത സീമകളിൽ പാറിക്കളിക്കുന്ന പട്ടം ആ പറത്തുന്നയാളുടെ കൈവശമുള്ള ചരടിൽ നിന്ന് പൊട്ടി വേർവിട്ടാൽ
ഏതു കാറ്റിലും ആ പട്ടം എങ്ങോട്ട് പോകുമെന്ന് ആർക്കും തീരുമാനിക്കാൻ കഴിയില്ല. വാസ്തവത്തിൽ അതുപോലെയല്ലേ നിന്റെ ജീവിതം? മതി, ബറബ്ബാസിനെ തെരഞ്ഞെടുത്തത് മതി. യേശുവിലേക്ക് വരിക, ഈ കരുണാസമ്പന്നനിലേക്ക് വരിക. സൗജന്യമായി രക്ഷ നീ സ്വീകരിക്കുക. ഒരിക്കലും ഇടയന്റെ കുറച്ച് ആടുകളെയും കൊണ്ട് ഈ ഇടയൻ ഈ ആടിനെയൊക്കെ തീറ്റിപ്പോറ്റിയിട്ട് ഇതിന് വെള്ളം കൊടുക്കാൻ വേണ്ടി ജലാശയത്തിലേക്ക് കൊണ്ടുപോയി. ആ ജലാശയത്തിൽ വെള്ളം കുടിച്ച് തൃപ്തി വന്ന ഒരു കുഞ്ഞാട് അതിന്റെ സൈഡിലൂടെ ഇങ്ങനെ തുള്ളിക്കളിച്ച് നടന്നപ്പോൾ അങ്ങ് ഒരു പൊന്തക്കാട്ടിൽ നിന്നൊരു അനക്കം പേടിച്ചുപോയി. സൂക്ഷിച്ചു നോക്കിയപ്പോൾ 2 കണ്ണുകൾ കാണാം. ആരാണതെന്ന് ചോദിച്ചപ്പോൾ ആ പൊന്തക്കാട്ടിൽ നിന്നും മറ്റൊരാട്ടിൻകുട്ടി ഇറങ്ങി വന്നു. ദേഹമാസകലം ചെളി പിരണ്ട് ചീഞ്ഞു നാറുന്നത് പോലത്തെ രോമകൂപങ്ങളിൽ പ്രാണികൾ വന്നിരിക്കുന്നത് പോലത്തെ അഴുക്ക് പിടിച്ചൊരു കുഞ്ഞാട്. അതിന്റെ കണ്ണുകളിൽ മുഴുവനും ഭീതിയാണ്. ഭയത്തോടെ അത് പുറത്തിറങ്ങി വന്നേച്ച് പറഞ്ഞു, എന്നെ ഒന്നും ചെയ്യല്ലേ. അപ്പൊ ഈ കുഞ്ഞാട് പറഞ്ഞു, നിന്നെ പോലുള്ള ഒരു കുഞ്ഞാടാ ഞാൻ നിന്നെ കീറിപ്പറിച്ച് തിന്നാനൊന്നും വന്നതല്ല. നിനക്ക് എന്ത് പറ്റി? എന്തിനാണ് ഇങ്ങനെ കിടന്ന് വിറയ്ക്കുന്നത്? എന്തിനാണ് ഈ ഭയം? എന്താ നിന്റെ ദേഹമൊക്കെ ഇങ്ങനെ അഴുക്ക് പിടിച്ചിരിക്കുന്നത്? ആ കുഞ്ഞാട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, അതെ, എനിക്ക് ആരുമില്ല. എന്റെ ഇടയനും ആട്ടിൻകൂട്ടവും വന്നപ്പോൾ ഞാൻ കൂട്ടം തെറ്റിപ്പോയി. അങ്ങനെ ഭയപ്പെട്ടൊളിച്ചിരിക്കുകയാണ് ഞാൻ. എനിക്കാരുമില്ലാത്തതിന്റെ ഭയമാണ് എനിക്കാരുമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ അഴുക്ക് പിടിച്ചിരിക്കുന്നത്. നോക്കൂ, നിന്റെ ദേഹം എത്ര നല്ലതാണ്. പഞ്ഞിപോലത്തെ രോമങ്ങളാണ്. നിന്റെ കണ്ണിൽ എത്ര പ്രത്യാശയാണ്. നിന്റെ മുഖത്തെത്ര ധൈര്യമാണ്. എന്താണ് ഇത്? എവിടുന്നാണ് കിട്ടിയത്? എന്താണ് ഇതിന്റെ രഹസ്യം? ഈ കുഞ്ഞാട് തിരിച്ചൊരു മറുപടി പറഞ്ഞു, അതിനൊരൊറ്റ രഹസ്യമേ ഉള്ളൂ. എനിക്കൊരിടയനുണ്ട്. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ഓരോ ദൈവമക്കളോടും ചോദിച്ചാൽ അവര് പറയും, പ്രതിസന്ധികളില്ലാഞ്ഞിട്ടല്ല, സാമ്പത്തിക ഭാരങ്ങളില്ലാഞ്ഞിട്ടല്ല, ഉച്ചഭാഷണി ഒരുക്കി നല്ല ഗാനങ്ങൾ നിങ്ങളെ കേൾപ്പിച്ച് ഈ പരസ്യ സ്ഥലത്ത് നീ സുവിശേഷം വിളിച്ചു പറയുന്നതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? ഞങ്ങളൊരു ഇടയനെ കണ്ടെത്തി, ഞങ്ങളൊരു സമാധാനം കണ്ടെത്തി, ഞങ്ങളൊരു പ്രത്യാശ കണ്ടെത്തി. ഇത് നിങ്ങളും പ്രാപിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇനിയും തകർന്നു നിറങ്ങിയ ജീവിതത്തിന് ഒരു പ്രതീക്ഷയുടെ നിറഞ്ഞുവിട്ടും തരുക. ഇന്ന് രാത്രി ദേശമേ, ഞങ്ങൾ നിങ്ങളെ മാടി വിളിക്കുന്നു. നിന്നെ സ്നേഹിക്കുന്ന ഒരു യേശു, നിന്റെ കുടുംബത്തെ സ്നേഹിക്കുന്ന ഒരു യേശു, നിന്റെ വ്യക്തി ജീവിതത്തെ സ്നേഹിക്കുന്ന ഒരു യേശു ഇന്ന് രാത്രി പറയുക, ഈ രക്ഷ പ്രാപിക്കാൻ നീ എവിടെയും പോണ്ട. ഒന്ന് മാത്രം ചെയ്താൽ മതി. നീ നിൽക്കുന്ന സ്ഥലത്ത്, നീ ഇരിക്കുന്ന സ്ഥലത്ത്, വീട്ടിനകത്താണെങ്കിൽ അവിടെ, വഴി അരികിലാണെങ്കിൽ അവിടെ, ആ ഇരുട്ടത്ത് മാറിയിരിക്കുകയാണെങ്കിൽ അവിടെ ഇരുന്നു കൊണ്ട് നിന്റെ മനസ്സിലാ യേശുവിനെ ഒന്ന് കാണാമോ? നിന്റെ അരികിൽ അവൻ നിപ്പുണ്ട്. യേശുവിനോടൊന്ന് പറയുമോ, യേശുവേ, ഞാനൊരു പാപിയാണെന്ന് സമ്മതിക്കുന്നു. എന്റെ പാപത്തിന്റെ പരിഹാരം വരുത്തുവാനാണ് അങ്ങ് ക്രൂശ് മരണം സ്വയം വരിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരണമേ, എന്നെ ഒന്ന് രൂപാന്തരപ്പെടുത്തണമേ. എനിക്കും ഒരു ഇടയന്റെ സ്നേഹം ആവശ്യമുണ്ട്. ഈ രക്ഷയുടെ പ്രാർത്ഥന നിങ്ങൾ ഏറ്റുചൊല്ലുന്നുവെങ്കിൽ രാത്രി യേശു നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരും. നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കപ്പെടും. സമാധാനവും സ്വസ്ഥതയും നിങ്ങൾ അനുഭവിക്കും.
സർവോപരി ഈ വചനത്തിന്റെ വെളിച്ചത്തിൽ നിങ്ങൾ നടക്കും. നിത്യതയുടെ പ്രത്യാശ നിങ്ങൾക്കും പ്രാപിക്കാം. ആകയാൽ ഇന്ന് രാത്രി ഈ വചനത്തിന്റെ മുൻപാകെ യേശുവിനെ തെരഞ്ഞെടുക്കുക. കരുണാസമ്പന്നനെ തെരഞ്ഞെടുക്കുക. ആർദ്രതയുടെ മനസ്സലിവിന്റെ ആൾരൂപമായ യേശുവിനെ തെരഞ്ഞെടുക്കുക. ജീവിതത്തെ സംബന്ധിക്കുന്ന, നിത്യതയെ സംബന്ധിക്കുന്ന ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് തെറ്റിപ്പോകാതിരിക്കട്ടെ. ബറബ്ബാസിനെ തെരഞ്ഞെടുത്തത് മതി, പാപത്തെ തെരഞ്ഞെടുത്തത് മതി. രാത്രി യേശുവിനെ തെരഞ്ഞെടുക്കുക, യേശുവിനെ തെരഞ്ഞെടുക്കുക, യേശുവിനെ തെരഞ്ഞെടുക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.